എല്ലാവർക്കും മീനൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പല്ല് തയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ ഗൈസ്. പിന്നെ വീഡിയോ ഇടാൻ ലാഗാവുന്നതിൻ്റെ കാരണം എൻ്റെ ചേട്ടൻ എക്സാം ആയിരുന്നു ഗൈസ്, അതുകൊണ്ടാണ്. ഇനി നമ്മളെന്നും വീഡിയോ ഇടാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു ജലദോഷമുണ്ട്, അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിന്ന് ഡ്രസ്സ് ചെയ്തതാണ് ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഒരു ടോപ്പ്, ഇതുപോലത്തെ ടോപ്പ് എനിക്കുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടിങ്ങിനാണ് പോയത്. അപ്പോൾ രാവിലെ കൊച്ചച്ഛൻ ഉണ്ട്, നമ്മൾ ചായ കുടിക്കാൻ കയറിയതാണ്. കൊച്ചച്ഛൻ, കുഞ്ഞ, കുപ്രി എല്ലാവരും ഉണ്ട് ഗൈസ്. തന്നെ തനുവൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല ഒരു ഇതാണ്. ചേട്ടൻ തനുവിനെയും കൊണ്ട് പോകുന്നത് ഗൈസ്. ബാക്കിൽ എല്ലാവരും വരുന്നുണ്ട്. അമ്മയുണ്ട്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ, അവിടെ കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബസ് വരും, ആ ബസ്സിലാണ് നമ്മൾ അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ പോണ സ്ഥലത്തിൻ്റെ പേര് പെരിയാർ ടൈഗർ റിസർവ് തേക്കടി എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. അവിടെ ബോട്ടിങ്ങിന് വേണ്ടി നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ബസ്സുണ്ട്. അപ്പോൾ ബസ്സിൽ കയറി നമ്മൾ അവിടെ ചെല്ലണം. കുറച്ച് ദൂരമുണ്ട്, ബാംബു ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ പോവുകയാണ്. ഞാൻ ചേട്ടൻ ബാക്കിൽ കൊച്ചച്ഛൻ ഇരിക്കുന്നുണ്ട് ഗൈസ്. കൊച്ചച്ഛൻ കൊണ്ട് ക്യാമറയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ ഭയങ്കര കുലുക്കൊക്കെ ആയിരുന്നു. നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ്റെ കൈയൊക്കെ വരുന്നു. ചേട്ടൻ്റെ കൈയൊക്കെ ഉണ്ട് അതിനകത്ത്. ഗൈസ്, നിങ്ങൾ അതൊക്കെ ക്ഷമിക്കാം കേട്ടോ. അതായത് ഇതാണ് ബസ്സിൻ്റെ അകം ഗൈസ്. നമ്മൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചച്ഛൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അവിടുന്ന് കയറിയിട്ട് കുറച്ച് ദൂരമുണ്ട്. നല്ല കാടും മെടുവും കണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. അതായത് ആമേരെ ഒരു വീടുണ്ട് അവിടെ, എന്താ ഹോട്ടൽ പോലെ. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങുമ്പോൾ ടൈഗർ അതിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പുലിയൊക്കെ അവിടെ വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു കുരങ്ങനും ഒരു കൊച്ചുമായിട്ട് ഭയങ്കര അടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി. കുറച്ച് നേരം നമ്മൾ നേരത്തെയാണ് വന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ പോയി നിന്ന് കേട്ടോ ഗൈസ്. കുറച്ച് നേരം നമ്മൾ പിന്നെ അവിടെ പോയി റീലൊക്കെ എടുത്തായിരുന്നു. ആ റീലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി, നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുത്ത് റീലെടുത്തു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു. നല്ല രസമായിരുന്നു. തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ ഇഷ്ടംപോലെ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു ഗൈസ്. ബോട്ടിങ്ങിന് പോകാനുള്ള ഏരിയ. ഇപ്പോൾ ഗൈസ്, ഞാൻ കുരങ്ങന്മാരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളെ കൂടെ വന്നത് ഇത്രയും പേരാട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചുറ്റി നടന്ന് വീഡിയോ എടുക്കുകയാണ്. അമ്മയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ കഴിക്കാൻ പോയി. രാവിലെ ഞാൻ കഴിച്ചത് ഒരു മിൽക്ക് ഷേക്കും ഒരു ക്രീം ബണ്ണുമാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. ഇത്രയും പേരും ബോട്ടിൽ കയറാൻ വേണ്ടി നിന്നതാട്ടോ. അവിടെ കിടക്കുന്ന ആ 2 ബോട്ടിലാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഉയരത്തെ നിലയിലാട്ടോ നമുക്ക് നമ്മുടെ സീറ്റ്. നമ്മൾ അതിൽ കയറാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുണ്ട്, കൊച്ചച്ഛനുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. അപ്പം നമുക്ക് കയറാം. എന്നിട്ട് സ്റ്റെപ്പൊക്കെ നോക്കി കയറുക. അപ്പോൾ ഗൈസ്, ഇഷ്ടം പോലെ ലൈഫ് ജാക്കറ്റും നമുക്ക് അവിടെ പോയി ഇരിക്കാം. നമ്മളൊരു പെട്ടിക്കകത്തായി പോയി ഗൈസ്. നോക്കി പിള്ളേരെ.
എടുത്തിട്ടുണ്ട്. വെയിലുണ്ടല്ലേ, അറ്റത്ത് വെയിലാണ്, വെയിലത്തിരിക്കുന്ന തുമ്പി. എക്സ്ചേഞ്ച് ചെയ്യും. ഇത്രയും കഴിഞ്ഞിട്ട് വന്നാൽ മതി. വെള്ളമല്ല, അതുകൊണ്ട് മാൻ നിൽക്കണല്ലോ അമ്മായി. അതും മാനാണ്, 2 മാൻ. हवा आ रही है. കണ്ടാ നടന്നു പോണണ്ട. ആനയെ കണ്ട എത്ര ആനയുണ്ട്? 3 ആനയുണ്ട്. 2 എണ്ണത്തിനല്ലോ. അത് കെട്ടി ചോറ് കഴിക്കാൻ തുമ്പിക്കറുത്ത് പോയി വെയിലുകൊണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ കഴിക്കാൻ പോണ വഴിക്ക് ഫ്ലവർ ഷോ ഉണ്ട്. അങ്ങനെ നമ്മളവിടെ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് കയറിയിട്ടാണ് പിന്നെയാണ് നമ്മൾ കഴിക്കാൻ പോയത്. അപ്പോൾ ഫ്ലവർ ഷോയിലെ കാഴ്ചകൾ കാണാം നമുക്ക്. ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, പേരറിയാത്തതും അറിയാവുന്നതും. അതിൻ്റെയൊക്കെ വിലയൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെ തലയിറങ്ങി വീഴും. അതുപോലെയാണ് വിലകൾ. അപ്പോൾ നമുക്ക് കാണാമല്ലോ, കാണുന്നതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ പൂക്കളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. മീനു
നക്ഷത്രം എടുക്കാറ് അതുള്ള അതുള്ളാവോ ഞാൻ വിനീത് എവിടെ അതുകൊള്ള ഒരു ബിരിയാണി അവിടെ ഊണല്ലേ ഊണ് അത് ബിരിയാണി അപ്പോൾ 2 ബിരിയാണി ഇത് 2 മാത്രം വിളമ്പുന്നത് തുമ്പിയാണ് വിളമ്പ് പറഞ്ഞിട്ട് സ്ഥലമായിട്ട് ആ ഇതെന്തിനാ ഉണ്ടാവിന് നിറയ്ക്കണ കൊണ്ടുപോയാണ് മതി തോന്നുന്നല്ലേ നമ്മൾ ഇതിനകത്ത് കയറാം ഇതിനകത്ത് എന്തിനുണ്ട് നമുക്ക് ഇതിനകത്ത് കയറാം ഹലോ കൊറേ പേര് കയറി പടികൾ ഒരുപാട് അയ്യോ കൊച്ചാ വാ എവിടെ അവളവിടെ ഇത് ആ ദാവിക്കാണ് ഓ സെറ്റ് അമ്മച്ചി ഇത് ജഡായി ഓ എല്ലാം എടുത്തോണ്ട് വരേന്നെ ഞാൻ തുമ്പി ഭയങ്കര വ്ളോഗിങ് ആണ് ഇപ്പൊ കണ്ട് ഗൈസ് ഒരു പക്ഷിയാണ് ഗൈസ് ആ പക്ഷി നമുക്കിവിടെ പേരായി എല്ലാ മലയിൽ പോവാൻ പോയി അത് കൊറേ കേറി ഒരുപാട് പോണം അപ്പൊ നമുക്ക് പോവാൻ പറ്റും അങ്ങനെ ഒന്നും ഞാൻ എടുക്കാം വാ 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 നിരങ്ങിട്ട് തനു തനു ആട് 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 നോക്കട്ടെ അയ്യോ ഫ്രണ്ടിലോട്ട് പോട്ട് അങ്ങോട്ട് പോട്ട് അങ്ങോട്ട് പോട്ട് പോട്ട് അതൊക്കെ അത്രേ ഉള്ളൂ ആ അതാണ് പിടിച്ചോ ആ അങ്ങനെ തന്നെ ആ പോട്ട് പോട്ട് ആ
കറക്കുന്ന ആൾ തുമ്പി. അപ്പോൾ ഗായ്സ് അത് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലാണ്. കമ്പം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എൻ്റെ കൊച്ചിൻ്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലാണ്. നല്ല കുഞ്ഞു വീടായിരുന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ കാഴ്ചകളും എല്ലാം നമ്മൾ അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുത്തെ അന്നത്തെ രാത്രിയിലത്തെ കാഴ്ചകളാട്ടോ ഇത്. നമ്മളവിടെ നിൽക്കുമെന്നേ പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം പിടിച്ചു നിർത്തി. അപ്പോൾ അവിടുത്തെ നമ്മൾ ആ രാത്രിയിലത്തെ കാഴ്ചകളും നമ്മൾ കരിക്കൊക്കെ കുടിച്ചായിരുന്നു. അതാ അവിടെ ഇഷ്ടംപോലെ പശുക്കളും കുഞ്ഞു കുഞ്ഞു പശുക്കളും അതുപോലെ തന്നെ ജല്ലിക്കെട്ട് കാളയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അവിടുത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കാണാം. അയ്യോ നിന്നെ കൊണ്ട് പറ്റൂലടി, അത് ഇങ്ങനെ എടുക്കാൻ പാടില്ല. അങ്ങനെ ഗൈസ് സഞ്ജന കെട്ടി നോക്കുകയാണ്. എന്തരാവണം എന്തോ. இன்னொரு பூவை எடுத்து வைக்கணும். இன்னொரு பூ எடுத்து இந்த அப்படி வைக்கணும். ரெண்டு சரியா வைக்கணும். ட்ரை பண்ணுங்க வந்துரும். ഹായ് ഗായ്സ്, നമ്മൾ തോട്ടം കാണാൻ പോവാണ്. കണ്ണിപ്പിടുക്കും പോ. ഗായ്സ് തോട്ടം വലിയ തോട്ടം, ഇരുട്ടായോണ്ട് കാണത്തില്ല. തുളസിയാണ് ഗായ്സ്. സെറ്റ് ആയിരുന്നല്ലേ, ഒന്നും കാണത്തില്ല ഇരുട്ട്. ഇത് തുളസി. ഇല്ല, അടുത്തുള്ളതൊക്കെ കിട്ടുള്ളൂ. ഹായ് ഗായ്സ്, മുല്ലപ്പൂ ഗായ്സ്. കണ്ടോ ഗായ്സ്, നല്ല മണമുണ്ട് ഗായ്സ്. ഇരുട്ടത്ത് വ്ളോഗ് എടുക്കണ എൻ്റെ ഒരു അവസ്ഥയെ. കാണോ ഗായ്സ് മുല്ലപ്പൂ. കണ്ടോ ഗായ്സ്, മുല്ലപ്പൂ ഗായ്സ്, മണക്കുന്നുണ്ട് ഗായ്സ്. അമ്മ ഇരുട്ട് മാത്രം, പിന്നെ സൂം ചെയ്യണോണ്ട് വല്ലതും കിട്ടുന്നുണ്ട്. അമ്മേരെ ഫോണോടെ, അമ്മേരെ ഫോൺ ആരും എടുത്തില്ലല്ലോ ഗായ്സ്. ഇവിടെ വമ്പൻ ഫോട്ടോഷൂട്ടൊക്കെയാണ്, പക്ഷെ ഒന്നും കാണത്തില്ല. ഗായ്സ് ഇവിടെ മൊത്തം തോട്ടമാണ്, ഇരുട്ടായോണ്ട് ഒന്നും കാണത്തില്ല. അടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാം. മാറിയില്ല പിള്ളേരെ, വ്ലോഗ് എടുക്കുന്നില്ല. എല്ലായിടത്തും വ്ലോഗാ. ആ നമുക്ക് വീഡിയോ കിട്ടും, കുഴപ്പമില്ല. സൈഡിൽ കൂടെ. ഹായ് ഗായ്സ്, തനുവാണ് ഗായ്സ്. തനു നോക്ക്, ഹായ് പറ. പിടിക്കണ ചെടി അറിഞ്ഞൂടെ? അതാണിത്. ഇത്രയും നിക്കണോണ്ടാ, ഇത് മൊത്തം മുല്ലപ്പൂ പിടിക്കണതാണ്. തല വെക്കാനുള്ള മുല്ലപ്പൂ ഉണ്ടല്ലോ, ഇത് പിടിക്കണതാണ്. ഗൈസ് നമുക്ക് സൂം ചെയ്തുകൊണ്ട് പോവാം. തോട്ടത്തിൽ കയറാം. ഗൈസ് നമുക്ക് തോട്ടത്തിന്റെ നടുക്കൂടെ നടക്കുകയാണ് കേട്ടോ ഗൈസ്. വഴി ഉണ്ട്. കണ്ടോ ഗൈസ്, ഇതെന്തരാണ്? പടവലമാണ്. സൂമായി പോയി. പടവലം കണ്ടു ഗൈസ്. ഇതിൽ പൂവൊക്കെ ഉണ്ട്. നമ്മളവിടെ അങ്ങനെ തന്നെ പറയുന്നത്. നമ്മളെ കഴുത്ത മറ്റേ സാമ്പാറിലൊക്കെ ഇടുന്ന സാധനം
വഴുതന അത് തന്നെ വഴുതന പോലെ ഇരിക്കുന്ന സാധനം. എടാ നമ്മള് വെട്ടുമലക്കറി കഴിക്കുമ്പോ അതില് കാണുമല്ലോ ഈ സാധനം. വീഡിയോ എടുത്താൽ ഫോട്ടോ എടുത്താ ഇല്ല ഞാൻ ഇവിടെ ബ്ലോഗ് എടുക്കണ്. അവര് എല്ലാരും കൂടെ ടാറ്റയൊക്കെ പറഞ്ഞു. നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ രാത്രി. സത്യം തമാശയല്ല. രാത്രി വ്ളോഗിങ് നീ പറയണം. നമ്മൾ ഇതേണക്ക് എത്തിയപ്പോ താമസിച്ചു പോയി. ഗൈസ് നമ്മൾ രാത്രിയാണ് തോട്ടം കാണാൻ. നിങ്ങൾ ഇന്നേ വരെ രാത്രി തോട്ടം കാണാൻ പോയിട്ടുണ്ടോ? ഇതാണ് ചുമന്ന ഷർട്ട് ഇട്ട കൊച്ചച്ഛൻ. വളമിട്ട് വെള്ളം പാച്ചുമ്പോ മറുപടിയും തെളുത്ത് അവിടെ പൂവായിട്ട് വരും. അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട. ഗൈസ് കുറേ പേരുണ്ട് ഗൈസ്. കണ്ടു രാത്രി സഞ്ചാരം. അത് തന്നെ പ്രത്യേകിച്ച് കൊച്ചച്ഛന്. ഒറ്റ കുറ്റിയാണ്. ഗൈസ് രാത്രിയിൽ സഞ്ചാരം. അവിടെ നിക്കണം. അമ്മ ആ സാധനം കണ്ടോ ഗൈസ്? 3 കിലോ വരെ വരും. ഈ പരുവത്തിൽ വെച്ചാൽ നല്ല സാപ്പിടുക നല്ല സാധനം തന്നെ മറ്റേ കത്രിക പോലെ ഇരിക്കണ പച്ച കളറിലുള്ള സാധനം. ഗൈസ് മുല്ലേരൂടെ സെൽഫി എടുക്കുന്ന കൊച്ചച്ഛൻ. நல்ல ஆரம்ப இருக்கிற செடியில எடுங்கண்ணா. നല്ല മൊട്ടിരിക്കുന്ന അടുത്ത് ചെന്ന് എടുക്കാനാണ് പറഞ്ഞത്. കുപ്രി നീ വീഴല്ലേ? ഫോട്ടോ എടുത്തായിരുന്നു. ഫോട്ടോ എടുത്തില്ല. ഐ ആം വ്ളോഗിങ്. തനുവിനെ കൂടെ കാണിച്ചാണ്. തനുവുണ്ട്. തനുവിനെ വ്ളോഗിങ്ങിൽ കാണിക്കാം. ഹായ് പറഞ്ഞാണ് തനുവിനെ കാണിച്ച. ഒരു ഹായ് കാണിക്കോ? അയ്യോ ഹായ് കാണിക്കൂ. ഹായ് വ്ളോഗർ ഹായ് കാണിച്ചാൽ வேணாம் பாப்பா. കൃഷ്ണ തുളസിയാണ് ചേച്ചി. വെള്ള തുളസി വേണ്ട. തുളസി ഓ നല്ല മണം. വേറെ അല്ലത്. നീല കളറുള്ളത് ഉണ്ടെന്നപ്പുറത്ത് തന്നെ. അല്ല അവിടെ വേറെ ഉണ്ടെന്ന് പറഞ്ഞത്. അതാണ് നമ്മളവിടെ നിൽക്കുന്നത്. ഇത് വെള്ളയുടേതാണ്. വെള്ള തുളസി. ഇതിലെ തയ്യുണ്ടാ? എന്തെന്ന് ചോദിക്കും. തൈന് തമിഴ് സാപ്ലിംഗ്. ഒറ്റ അല്ല ചെറു വേറെ அது விதைதாம்மா. இந்த இருக்குல்ல இதான் விதை. അതാണ് നടന്നേന്ന്. ஆமா இது கொஞ்ச நாள் ஆயிடுச்சாக்கும் முத்திரும். மண்ணுக்குள்ள போட்டு மூடிட்டு மறுபடியும் முளைச்சு வந்துரும். അത് രണ്ടു വിത്താണ്. ഇത് പിഞ്ചാണ്. பிஞ்சு வேணுமாம்மா? வேணுமா? நடங்க பிடிங்க. എന്തോന്ന് ഇതിന്റെ ചെടി അമ്മയ്ക്കാണോ? എനിക്ക് വേണോ? അത് അമ്മ ചുമക്കാതെ. അമ്മയ്ക്ക് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടം. പപ്പയ്ക്കാന്ന് പറയാ സൂപ്പർ പപ്പയ്ക്ക്. നല്ല നാടൻ പപ്പയ്ക്ക്. ഓരോ പപ്പയുണ്ട് പക്ഷേ ഇരുട്ടായോട്ട് കാണത്തില്ല. ഈ പപ്പയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ട് നാളെ തുമ്പിട്ടേ പോകണായിരുന്നു. மாமா இந்த லைட் அடிச்சு துளசி விதை. அப்படி விதையா? அங்க மேற்கு ஓரத்துல மரத்துக்கிட்ட இருக்கு. கிருஷ்ண மரத்துக்கிட்ட இருக்கு. பாதை அடிச்சு காட்டு. കരിമ്പാ? இல்ல மாட்டுக்கு புல்லு. புல்லு அங்க நட்டுக்கிறது கரும்பு. அங்க 2 இது கரும்பு நட்டு. கரும்பு நம்ம இങ്ങനെ தொட்டா
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ചു കേട്ടോ അവരോട് ഇരുന്ന്. അത് കഴിഞ്ഞ് ആണ് നമ്മൾ തീരുമാനിച്ചത് അവിടെ നിൽക്കാം, തോട്ടമൊക്കെ രാവിലെ കണ്ടിട്ട് പോവാമെന്ന്. അപ്പോൾ അത് പിന്നെ അടുത്ത പാർട്ട് 3 വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ ആണ്. അത് ഒരു രസമുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് സ്നേഹ മിനു സൈനിങ് ഓഫ്.